കർത്താവിൻ്റെ പരിശുദ്ധാമനന്ദിയോടെ സ്തോത്രം. Greet you all once again in the matchless name of our Lord and Savior Jesus Christ. Let us look at Psalms 91 verse 1. The Lord reigns, let the earth rejoice, let the multitudes of isles be glad. യഹോവ വാഴുന്നു, ഭൂമി കോട്ടിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. Psalms 91 is a song of praise to the sovereign Lord. In other words, Psalm 97 says, God is sovereign. He reigns. And you read about, when you read the following there, he talks about the mountains melt and all those things. And then he says, those who trust in idols, they are handmade thing, carved by people. They are useless. It talks about the futility of trusting in idols, because idols cannot help you. But then again, it says, the psalmist says, God is sovereign. He knows everything. He is in control. And today, as we are sitting in the presence of God, we know our God is sovereign. He is in charge. He reigns supreme. Now, if you have listened to I know you have listened. If you, the very first song, and the English song and Malayalam, every one of them talks about the goodness and the sovereignty of God. Oh Lord, my God, and the champion, and in the song Malayalam, every one of them talks about how great our God is, how supreme our God is, how wonderful our God is, and at the same time, he talks about how gracious and compassionate our God is. So here, we read Psalm 91. When you read the whole psalm, it says it talks about the power of God, the awesome greatness of God. And then in Psalm 91, we read verse 1 says, He is the Almighty God. He is the Most High God. He is all powerful. And that's the God that we serve. We are God. The Lord counted us worthy to serve such an awesome God. There are a lot of people in the world, they do not have, they haven't realized how awesome, how wonderful this God is. They don't know their creator. 97 സങ്കീർത്തനം ദൈവത്തിൻ്റെ സർവ്വ വല്ലഭത്വത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ വായിക്കുന്നത്, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. 24 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലോക നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അല്ലെങ്കിൽ സർവ്വവല്ലഭനായ ദൈവം ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് അതിൻ്റെ മേൽ കർത്തൃത്വമുള്ളതായ ഒരു വലിയവനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ 97 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ സർവ്വവല്ലഭത, അതിൻ്റെ ഭയങ്കരമായ അവൻ്റെ വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ വിഗ്രഹങ്ങൾ ആശ്രയിക്കുന്നവരുടെ അവരുടെ ആ ഫ്യൂട്ടിലിറ്റി, അതിനെക്കുറിച്ചും ഈ വേദവാക്യത്തിൽ പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്ക് ഈ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തന്നു. ആ വലിയ നന്മ, ആ കർത്താവ് നമ്മളെ യോഗ്യരായി എണ്ണി, നമ്മളെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാൻ തക്കൊണ്ട് നമുക്ക് ഇടയായി. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് വലിയവനായ ദൈവമാണ്. ആ കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് ഇടയായല്ലോ. ഇന്ന് അവിടെ ഇവിടെ ആയിരുന്നെന്ന് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. അത് വലിയൊരു പദവിയാണ്. വല്ലഭനായ, സർവ്വവല്ലഭനായ ദൈവത്തെ സ്തുതിക്കുക, അവന് മഹത്വം കരയേറ്റുക, അവനിൽ ആശ്രയിക്കുക. അതിൽ കവിഞ്ഞതായ വേറൊരു പദവി നമുക്കില്ല. ഈ അതേ തീമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എസ്തേർ പുസ്തകം 10 അധ്യായമുള്ളതായ പുസ്തകമാണ്. 1 മുതൽ 4 വരെയുള്ള ഭാഗത്തിൽ യഹൂദന്മാർക്ക് വന്നതായ ആ ഭയങ്കരമായ ത്രട്ട്, അല്ലെങ്കിൽ ത്രട്ടിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അവർക്ക് ലഭിച്ചതായ വിടുതലിനെ കുറിച്ച് വായിക്കുന്നു. ഈ പുസ്തകത്തിൽ ദൈവമെന്ന് പറഞ്ഞൊരു വാക്ക് കാണുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സർവ്വ വല്ലഭത്വം ഇതുപോലെ വിളങ്ങിക്കാണുന്ന ഒരു പുസ്തകം വേറെ ഇല്ല എന്ന് വേണേൽ പറയാം.
അത്രമാത്രം ദൈവത്തിൻ്റെ കാര്യം. 37 സംഗതി 21 വായിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നി യഹോവന് ഗമനം സ്ഥിരമാക്കുന്നു. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകളും അത് കർത്താവ് നിയന്ത്രിച്ച് നടത്തുന്നത് പോലെ ഈ വേദപുസ്തകത്തിൽ ഒരു ദൈവജനത്തെക്കുറിച്ച്, ഒരു മൊർദെഖായിയെക്കുറിച്ച്, ഒരു എസ്തേറിനെ കുറിച്ച്, ഒരു തൻ്റെ ജനമായ യഹൂദ ജനത്തെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടാകാനുള്ള ഓരോ നിമിഷവും അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ദൈവം വളരെയധികം ഓക്യുപ്പൈഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പ്രവചനമായിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. ദൈവം എന്നുള്ള വാക്ക് ഇല്ല എങ്കിൽ തന്നെയും സർവ്വവല്ലഭനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തിയിരിക്കുന്നതായ, അവൻ്റെ ശക്തി വെളിപ്പെടുത്തിയിരിക്കുന്നതായ, അവന് തൻ്റെ ജനത്തോടുള്ളതായ തൻ്റെ ആർദ്രതയും മനസ്സലിയും, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവെന്ന് 103 സംഘത്തിൽ വായിക്കുന്നത് പോലെ അത്രമാത്രം നമ്മളോട് കരുണയും കൃപയും കാണിക്കുന്നതായ ഒരു സർവ്വവല്ലഭനായ ദൈവത്തെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. We see the sovereign nature of God in the book of Esther. The book of Esther does not even mention the word God, but from the very first chapter unto the end, we see the awesome nature of God, the sovereign nature of God, God who involved in the day-to-day affairs of His children. There was a Mordecai, there was a Esther, there was the children of God, the Jewish people, but God was very much involved into the affairs of those people over there. He was not sleeping. He was right. In Psalms 37 verse 23 we read that he delights in every detail of our life. That word is very much evident in this particular book of Esther. Even though the name God is not mentioned, the sovereignty of God, the awesome nature of God, the gracious nature of the God, the compassionate nature of the God, the goodness of God, the mercy of God, the care of God, the provision of God is found in the book of Esther. Chapter 1 through 4 describes the threat to the Jews. Chapter 5 through 7 describe the triumph of the Jews. Let's look at a couple of verses. You read, Haman. He represents devil. As we heard from Pastor Thompson a few minutes ago, what we face today, the COVID, it's actually the work of the devil. Devil has brought this thing. And I have read some article. Somebody said it's because of the Christians. I mean, no matter what happens, it's the problem with the Christians. And we read, when you look at the history, the Romans, when there was a fire in the city of Rome, they blamed Christians and killed so many Christians. But today the same thing. But don't worry about it. They will not survive. They will not. We will not be. We will not overcome. They will not overcome. So here we see Haman represents the devil and his agents. And today people are trying to destroy the nations and families and individuals by scaring people. But God is in control. The Lord reigns. Here we read they are out to destroy God's people. Doesn't matter who goes with them. We see vicious, deliberate, calculated devices of Haman. Haman wanted to destroy Mordecai. Then he said, it's not enough that I just kill one person. I want to destroy the entire race. If you go back, the Bible, we see Haman comes from the tribe of Amalekites. We see Moses said there's going to be war between the children of God and the Amalekites for generation. But let's not, we're not going to dwell into that right now. But we see devil. And this is Haman is as a personification of devil, trying to destroy that which is good, that which is holy, that which is godly. There is one person over there, Haman, Mordecai,
doesn't bow down. There is a Mordecai did not worship Haman. Over there he didn't bow down. But actually, what that means is when Haman wanted Mordecai to bow down and worship him, he thought that he was God. He thought he was somebody. He wanted Mordecai to worship God. Mordecai would not worship him because he will not worship anyone other than the living God. Hear, O Israel, God is one, worship him. Deuteronomy chapter 6, verse 4. So here we see Haman has is viciously, deliberately attacking or calculating or scheming to destroy Mordecai and the Jewish people, and along with them Esther also, even though he didn't know that Esther was of a Jewish race, but ultimately she would have been killed too. ഒന്നാം അധ്യായം നാലാം അധ്യായം വരെ യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ട് ഹാമാൻ പ്രവർത്തിക്കുന്നതിനെ കാണുന്നു. ഹാമാന് സാത്താൻ്റെ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. മനഃപൂർവ്വമായിട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ദൈവജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി മൊർദെഖായി അവന് ഹാമാനെ ആരാധിക്കാതെ, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താതെ അവനെ ആരാധിക്കുവാനായിട്ട് മടി കാണിച്ചപ്പോൾ അവനെ നശിപ്പിക്കുന്നത് മാത്രമല്ല, അവൻ്റെ വംശത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് വളരെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വളരെ വിഷ്യസ് ആയിട്ട് ഹാമാൻ പ്രവർത്തിച്ചതായി കാണുന്നു. എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. അതാണ് ഇന്നും ശത്രുവും ചെയ്യുന്നത്, ദൈവമക്കളെ നശിപ്പിക്കുക. കർത്താവിൻ്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി ഇതിനെക്കുറിച്ച് വാക്തം ആ സമയം മുതൽ യേശു ക്രിസ്തുവിനെ ജനനത്തിലും യേശു ക്രിസ്തു നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാന് എങ്ങനെയെങ്കിലും മാറ്റിക്കളയാനായിട്ട് ശത്രു നോക്കുന്നു, ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് ക്രിസ്ത്യാനി മുഖാന്തരമാണെന്ന് പറയും. എന്നാൽ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. 5-ാം അധ്യായം മുതൽ 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 13 മുതൽ 17 വരെ. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. ഇവിടെ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ മുൻപിലുള്ള അധ്യായങ്ങൾ വായിക്കുന്നു, ഹാമാന് വളരെ കനൈവിങ് ആയിട്ട് വളരെ ഡിസപ്റ്റീവ് മാനറിൽ യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ട് രേഖ എഴുതിക്കൊണ്ടാക്കി. വളരെ രാജാവിനോട് പറഞ്ഞ് രാജാവിന് ഇത്രമാത്രം പണമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ആ രാജാവിനെ വഞ്ചിച്ച് രാജാവിനറിയാതെ യഹൂദന്മാരെ നശിപ്പിക്കുന്നതിനായിട്ട് രേഖയുണ്ടാക്കി എഴുതി വെച്ചു. രേഖ കേട്ടപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി. അതെന്താണെന്ന് അറിയാനായിട്ട് എസ്തേർ ആളുകളെ വിട്ടപ്പോൾ മൊർദെഖായി പറഞ്ഞു കാര്യം ഇതാണെന്ന് പറഞ്ഞു. അന്നേരം മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എസ്തേറിനോട് പറയാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്യണം രാജാവിനോട് പറഞ്ഞപ്പോൾ എസ്തേർ ഭയപ്പെട്ടു പോയി. എന്ത് ചെയ്യണം? അന്നത്തെ നീതി അനുസരിച്ച് എന്തോ ചെയ്യണം. ചിലപ്പോൾ ഇതിനകത്ത് വായിക്കുമ്പോൾ എസ്തേർ മൊർദെഖായി എസ്തേറിനെ ശകാരിക്കുകയാണെന്ന് നമുക്ക് ചിന്തിക്കുക. അല്ല, മൊർദെഖായി എസ്തേറിന് ധൈര്യം കൊടുക്കുകയാണ്. നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്. ഇവിടെ വായിക്കുമ്പോൾ ഇതിനായിട്ട് ഈ സമയത്ത് ഉണ്ടാകും ഈ കാലത്തിനായിട്ട്, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാൻ വന്നിരിക്കുന്നത്. എസ്തേറിനോട് പറയുകയാണ്, മോളെ
നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവൃത്തിയാകാൻ വേണ്ടി നീ പ്രവർത്തിക്കണം. ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ കൊടുത്തു. അത് കേട്ടപ്പോൾ എസ്തേർ പറഞ്ഞു, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നീയും പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥന കേട്ടു. അതാണ് പിന്നീട് കാണുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മൊർദെഖായിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന അവൻ്റെ കസിന് എസ്തേറിനെയും കാണുവാൻ സാധിക്കും. കൂടെ അവരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ജനം. ധൈര്യവാക്കുകൾ, പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ധൈര്യവാക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. Here we read that, let's read Esther chapter 4 verse 13 through 17. And Mordecai told them to answer Esther, "Do not think in your heart that you will escape in the king's palace any more than all the other Jews. For if you remain completely silent at this time, relief and deliverance will arise for the Jews from another place, but you and your father's house will perish. Yet who knows whether you have come to the kingdom for such a time as this?" Then Esther told them to reply to Mordecai, "Go and gather all the Jews who are present in Shushan, and fast for me, neither eat nor drink for 3 days, night or day. My maids and I will fast likewise, and so I will go to the king, which is against the law, and if I perish, I perish." So Mordecai went his way and did according to all that Esther commanded him. And we see here that Haman deceitfully, conniving, and he made the king to approve a proclamation to destroy the Jewish people, destroy Mordecai, Esther, and the entire Jewish race. King didn't know that, but Haman, he manipulated, he connivingly made the king to approve that proclamation or send that proclamation. Now, when that happened, Mordecai was in trouble. He knew that the Jewish race was in trouble. So he sent a word to Esther, and Esther said, "What can I do? These are the guidelines." And Mordecai said, sometimes when you read that, you may think that Mordecai is trying to reprimand her or condemn her. No, it is a word of encouragement. Mordecai is saying, this is the reason why you are there. So hold on, be careful, be strong. That's what it means. It says, for you, who knows whether you have come to the kingdom for such a time as this. And Mordecai, and see, here we see Mordecai and Esther trusting God. They haven't gone anywhere else. They haven't gone anywhere else to get help, but they completely, totally trusted God, and God honored them. We see that they fasted. And when we read the next chapter 5 through 10, we see the deliverance of the Jewish people. Let's look at chapter 5, verse 12 through 14. Moreover, Haman said, "Besides, Queen Esther invited no one but me to come in with the king to the banquet that she prepared. And tomorrow I am again invited by her along with the king. Yet all this avails me nothing so long as I see Mordecai the Jew sitting at the king's gate." Then his wife Zeresh and all his friends said to him, "Let a gallows be made 50 cubits high, and in the morning suggest to the king that Mordecai be hanged on it. Then go merrily with the king to the banquet." And the king and this thing pleased Haman, so he had the gallows made. So here we see that Haman was bragging about his position. He was arrogant. He was deceitful. He was treacherous. And when he looked at, he said, when I see Mordecai, I just agitated. He was just so much angry with Mordecai. He would just want to destroy him, completely annihilate him and his race. See, this is exactly what devil does. He tried to destroy the children of God. He tried to manipulate. He tried to do a thing. But the thing that we need to understand is God is still in control. He reigns. He will not allow that thing to happen. We see then you see pure hatred. And when you read Psalms 37 verse 13, we read a verse over there.
Psalms 23. 37. 23. The Yeah, steps. 37 verse 13. The Lord The laughs Lord at- laughs at him, for he sees that his day See, is this, coming. this is what happened when evil people, wicked people scheme things against the children of God, the child of God. The Lord laughs at them because he knows what the outcome is, because his children are in his hands. Even though we walk through the valley of shadow of death, we fear no evil, for you are with us. And that is the promise. He will never leave us nor forsake us. So when devil devises things, when devil try to destroy the children of God, God is still in control, and he, the one in heaven, laughs at them, for he knows what the day coming. ഇവിടെ വായിക്കുമ്പോൾ വായിച്ചാട്ട് എസ്തേറിന്റെ പുസ്തകം 5-13-14 വരെ. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കിയ വിരുന്നിന് എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു. അതിനവൻ്റെ ഭാര്യ സേരസും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. ഇവിടെ വായിക്കുമ്പോൾ ഹാമാൻ്റെ ആ അഹങ്കാരം, അവൻ്റെ ആ വാശി, അവന് ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവജനത്തെ നശിപ്പിക്കുവാനായിട്ട് അവനുള്ളതായ ആവേശം വളരെ സ്പഷ്ടമായിട്ട് കണ്ടത് വായിക്കുന്നത്. എങ്കിലും ആ യഹൂദനായ മൊർദെഖായി ആ വാതിക്കലിരിക്കുന്നത് കാണുമ്പോൾ എനിക്കത് വാശിയാണ്, എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നീ 50 മുഴമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി അത് തൂക്കാനായിട്ട് രാജാവിനോട് ചോദിക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് സംഭവിച്ചെന്ന്. സ്വർഗത്തിലെ 34 സങ്കീർത്തനം 13 വാക്യത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് അവനെ നോക്കി ചിരിക്കുന്നു, അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. എത്ര വാസ്തവമാണ് അത് പറഞ്ഞപ്പോൾ. അവൻ്റെ ഭാര്യ സേരസ് ഹാമാനോട് ഇത് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ചിരിക്കുകയാണ്. നീ പറയുന്ന ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സകലതും മാറി വർക്കുന്നു. അടുത്ത വായിക്കാം എസ്തേർ 6:12-13 വരെ. മൊർദെഖായി രാജാവിൻ്റെ വാതിക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരസും അവനോട്, മൊർദെഖായിയുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ്യ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ വായിക്കുമ്പോൾ അന്ന് രാത്രി രാജാവിന് ഉറക്കം കൊടുക്കാതിരുന്നു. ഇന്നും ഒരു ദൈവ പൈതലിന് വേണ്ടി രാജാവിന് ഉറക്കം കൊടുക്കാതിരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. കാരണം ദൈവമാണ് സകലത്തെയും ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു, എന്നെ നിരൂപണ ദൂരത്ത് ഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ ചിന്തയൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ വളരെ അഹങ്കാരത്തോടുകൂടെ, വളരെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടെ ഹാമാനും ഭാര്യയും മറ്റുള്ളവരും പറഞ്ഞതായ ആ വാക്ക് സ്വർഗത്തിലെ ദൈവം കേട്ട് ചിരിച്ചു. ഇവിടെ വായിക്കുന്നത്, ഹാമാന് തല മൂടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മുമ്പേ 50 മുഴം കൊലമരം തൂക്കണമെന്ന് പറഞ്ഞ അതേ വ്യക്തികൾ ഇപ്പം പറയുകയാണ്, ഇവന് യഹൂദൻ വംശത്തിലാണെങ്കിൽ നീ അവനെ കൊടുക്കില്ല. ഒരു ദൈവ പൈതലിനെ തോൽപ്പിക്കുവാനായിട്ട് ഒരൊറ്റ വ്യക്തിക്കും ഒറ്റ ശക്തിക്കും, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു ദൈവ പൈതലിനെ തൊടുവാനായിട്ട് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പലതരം ഏതെങ്കിലും പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ, എന്നാൽ ഒരു ദൈവ പൈതലിനെ തോൽപ്പിക്കുവാനായിട്ട് ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല.
ഇവിടെ വായിക്കുമ്പോൾ നീ ഈ മോർദക്കായുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി, അവൻ യഹൂദ്യ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ തിരു രക്തത്താൽ വ്യർത്ഥവും പാരമ്പര്യം നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തേക്ക് പൊന്നെ വെള്ളി മുതലായി എഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടത് പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ദൈവ പൈതലിനെ തോൽപ്പിക്കുവാനായിട്ട് ലോകത്തിലെ ഒരു ശക്തിയുമില്ല. ദൈവം സ്വർഗത്തിലിരിക്കുന്നവനെ കാണുന്നു, അവൻ ചിരിക്കുന്നു. എത്ര അർത്ഥവത്താണ്! ഒറ്റ അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ വാക്കുകൾ നേരെ തിരിഞ്ഞു. കഴുകുമരം അല്ലെങ്കിൽ കുലമരം തൂക്കാൻ പറഞ്ഞ അതേ വ്യക്തി തന്നെ പറയുകയാണ്, നീ ഒരിക്കലും ഇവനെ ജയിക്കുകയില്ല, അവൻ യഹൂദി, അവൻ ദൈവ പൈതലാണെങ്കിൽ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനമേ, ഏത് പ്രശ്നം വന്നാലും ഞാൻ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. നമ്മളെ ഒരു കാരണവശാലും യാതൊരു വിധത്തിലും തോൽപ്പിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരുന്നാലും, നമ്മുടെ ആരോഗ്യമായിരുന്നാലും, നമ്മുടെ ആത്മീയമായ വളർച്ചയായിരുന്നാലും, നമ്മുടെ മറ്റ് ഏതെങ്കിലും കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ഭാവി, ഇതെല്ലാം എന്തു തന്നെയായിരുന്നാലും അവിടെ എല്ലാം നമ്മളെ കരുതുവാൻ്റെ ഗുണം കർത്താവിന് കഴിയും. കർത്താവ് അങ്ങനെ ചെയ്യുകയും ചെയ്യും. പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആളുകൾ പരിഹസിക്കും, നിങ്ങൾ പെന്തക്കോസ്ത് പോയി അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ അതുകൊണ്ടാണ് ഇതെല്ലാം വന്നതെന്ന്. പേടിക്കണ്ട, നിന്ദകളും പരിഹാസങ്ങളും ഒക്കെയും വരും. എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. നമ്മളെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായി ചെയ്തു വരും, യാതൊരു സംശയമില്ല. Let's read Esther chapter 6 verse 12 and 13. Afterward Mordecai went back to the king's gate, but Haman hurried to his house mourning and with his head covered. When Haman told his wife Zeresh and all his friends everything that had happened to him, his wise men and his wife Zeresh said to him, if Mordecai before whom you have begun to fall is of Jewish descent, you will not prevail against him, but will surely fall before him. Here we read a few minutes ago, a few hours ago, there was a man arrogant, proud, and wanted to destroy the Jewish race, Mordecai, Esther, and everything. But God worked in the minds of a king, did not give a rest or sleep that night. And the king was aware of an incident where Mordecai actually to save the king from terrorists. And that king wanted to honor Mordecai, the very same person who wanted to destroy Mordecai, that very same person was asked to take him down through the straits. And actually now Haman is bowing down to Mordecai. What a twist. Again, when you need to understand this thing, if you and I, if we are saved and washed and redeemed by the blood of Jesus, no power on earth, no power under heaven, above the earth, no power in this universe has any authority on a child of God. We will not, Satan cannot destroy us. Satan cannot do any harm because we are saved, washed, and cleansed and redeemed by the blood of Jesus. We are sealed by the Holy Spirit, and we will not, Satan will not defeat us. And that's what here is this lady, Haman's wife, is saying, if this Mordecai before whom you have begun to fall is of Jewish descent, you will not prevail against him, but will surely fall before. What a statement. That is true for every child of God. If you and I, we are washed by the blood of Jesus. We are saved or redeemed by the blood of Jesus. And nobody, no power, have any authority over us because we are sealed
by the blood, by the Spirit of God. I mean, that seal means ownership. We belong to God. That's why Paul said in Acts chapter 27, he said, the Lord whom I belong, whom I serve, and whom I belong to. He is my God. I belong to him. And because he purchased me. We see the Bible says, in many places in the Bible said, they dug a pit for me, but they themselves fell in it. And they spread a net for me, but they themselves were entrapped in the net. They put a gallows for me, but they were hung on it. പറയുമ്പോൾ അവൻ എനിക്ക് ഒരു കുഴി കുഴിച്ചു, അവർ അതിൽ തന്നെ വീണു. എനിക്കായിട്ട് വല വിരിച്ചു, അവർ ആ വലയിൽ അകപ്പെട്ടു പോയി. അവരെനിക്കായിട്ട് കഴുകുപരം വെച്ചു, അവരിൽ തന്നെ തോന്നി. ഇത് അതുപോലെ സംഭവിച്ചു. ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ നോക്കിയ ആ ഹാമാന് അവൻ ഉണ്ടാക്കിയതായ, അവന് ഉയർത്തിയതായ ഹാമാനെ മോർദെഖായിയെ കൊല്ലുവാനായിട്ട് ഉയർത്തിയതായ അതേ കഴുകുമരത്തിൽ ഹാമാന് തൂക്കപ്പെട്ടു. എനിക്ക് വളരെ എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നു, എസ്തേർ യഹൂദ ജനത്തെ രക്ഷിക്കുന്നതാണ് കാണുന്നു. അവിടെ രാജാവിനോട് കാര്യം പറയുകയും രാജാവ് കാര്യം മനസ്സിലാക്കി ഹാമാനെ കഴുകുമരത്ത് തൂക്കപ്പെടുകയും ചെയ്തു. യഹൂദജനം രക്ഷിക്കപ്പെടുന്നു. 9-ാം അധ്യായത്തിൽ യഹൂദജനം അവരെ നശിപ്പിക്കുവാൻ നോക്കിയവരെ നശിപ്പിക്കുന്നത് കാണുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യം എസ്തേറിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യമാണ്. എസ്തേർ 9:1. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും നടത്തുവാൻ അടുത്തപ്പോൾ യഹൂദന്മാരുടെ ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്നാശിച്ചും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ. എത്ര അർത്ഥവത്തായിട്ട്, എത്ര വിലയേറിയതായൊരു വാഗ്ദത്തമാണ്. ദുഷ്ടന് ദൈവ പൈതലിനെതിരായിട്ട് കർത്തൃത്വം അല്ലെങ്കിൽ പ്രാബല്യം പ്രാപിക്കാൻ നോക്കിയ അതേ ദിവസത്തിൽ തന്നെ ദൈവമക്കൾ ദുഷ്ടനെതിരായിട്ട് പ്രാബല്യം പ്രാപിച്ചു. യഹൂദന്മാർ ശത്രുക്കൾ അവരുടെ മേലെ പ്രാബല്യം പ്രാപിക്കുമെന്ന് ആശിച്ചതും നേരെ മറിച്ച് യഹൂദന്മാർക്ക് തങ്ങളുടെ വൈരികളുടെ നേരെ പ്രാബല്യം പ്രാപിച്ചതുമായ ദിവസത്തിൽ തന്നെ ആ ദിവസം ഇന്നും നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്കെതിരായിട്ട് ഡിവൈസ് ചെയ്യുന്ന ശത്രുവായ ഉണ്ടാക്കി അതൊന്നും ഫലിക്കാതെ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും, യാതൊരു സംശയമില്ല. Here we read in the book of Esther chapter 9 verse 1 we read, Now in the 12th month, that is the month of Adar, on the 13th day, the time came for the king's command and his decree to be executed. On the day that the enemies of the Jews had hoped to overpower them, the opposite occurred, in that the Jews themselves overpowered those who hated them. Here we read the enemy wanted to destroy. They had everything planned. Everything was set in country. You need to understand the proclamation according to the Persian law. Once it is written, it cannot be changed. That's how solid that nobody could change it. But God, He took care of everything. And the Lord saved Mordecai, Esther, and the Jewish. And not only that, they were able to take revenge upon the enemies. Here we read that on the day that the enemies of the Jews had hoped to overpower them, the opposite occurred. That is true even today. No matter what the evil one devises, God will take care of it. He will protect us. The opposite will happen. In Esther chapter 10 verse 3 we read, For Mordecai the Jew was second to King Ahasuerus, and was great among the Jews, and well received by the multitude of his brethren, seeking the good of his people, and speaking peace to all his countrymen. If you look at Mordecai sitting at the gate of the king's palace few chapters ago, and there was a man trying to destroy him, completely destroy him, completely
destroy him, in his cousin, and the Jewish. But today, when we read the last chapter, we read Mordecai was a second to king at that time. Haman, while he hung on the gallows, and his 10 children were also hung on the gallows, and everything was destroyed. All the things that he planned, everything went the other way. Now Mordecai, a man of God, a child of God, the one who trusted God, one who sought the face of God, one who sought the grace of God, that man, here we see, he was second to the king, and he became a prominent person. Not only that, it says he was received by the multiple of his brothers, seeking the good of his people and spreading peace. So not only he was elevated, exalted, he was a man who sought good and the welfare of his people and other people. What a contrast, what a difference. This is what happens when we trust in God. When we totally, completely trust in God and his sovereignty. This is what I'm വായിക്കുമ്പോൾ വായിച്ചാട്ട് 13. യഹൂദനായ മോർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവ്വവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഞാൻ ചില അധ്യായങ്ങൾക്ക് മുമ്പ് രാജാവിൻ്റെ പട്ടണവാതിക്കൽ ഇരുന്ന ആ മൊർദെഖായി, ഹാമാൻ അവനെ ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് നോക്കിയ ആ മൊർദെഖായി ഇവിടെ താൻ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ, അവനൊരു ദൈവ പൈതലായിരുന്നാൽ, അവൻ കർത്താവിൽ ശരണപ്പെട്ടതിനാൽ അവനെയും അവൻ്റെ കസിൻ എസ്തേറിനെയും അവൻ്റെ ജനത്തെയും വിടുവിക്കുകയും അവരുടെ ശത്രുക്കളുടെ മേൽ ദൈവം വിജയം കൊടുക്കുകയും, അതിലെല്ലാം ഉപരിയായിട്ട് ഇവിടെ വായിക്കുമ്പോൾ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന് രണ്ടാമനായി വാഴുകയും അവന് തൻ്റെ സ്വന്തം ജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവ്വജനത്തിനും അനുകൂലവാദിയുമായിരുന്നു. എത്ര ശ്രേഷ്ഠമായ അവസ്ഥ! ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത യാതൊന്നുമില്ല. ശത്രുവിൻ്റെ യാതൊരു തന്ത്രങ്ങളും ദൈവജനത്തിന് തൻ്റെ മക്കൾക്കെതിരായിട്ട് വരികയില്ല. യെശയ്യാ പ്രവചനം 46:54-17 വായിക്കുന്നു. യെശയ്യാ 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്കുമാണ്. എന്നാൽ ഈ വേദഭാഗത്തിൽ അല്ലെങ്കിൽ എസ്തേറിൻ്റെ ചരിത്രത്തിൻ്റെ മുമ്പിൽ ചരിത്രത്തിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് അത് വായിച്ചാൽ എത്ര അർത്ഥവത്താണ് ആ വേദഭാഗം. നമുക്കെതിരായിട്ട് നിനക്കെതിരായിട്ട് വരുന്ന ഓരോ ആയുധവും ഭരിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നീ കുറ്റം വിധിക്കുകയില്ല. നിന്റെ കർത്താവ് തൻ്റെ മക്കളെ സൂക്ഷിക്കും, തൻ്റെ മക്കളെ പരിപാലിക്കും. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുവെങ്കിൽ ഇന്നും അതുപോലെ വാസ്തവം. ലോകമെമ്പാടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന തൻ്റെ മക്കൾക്കെതിരായിട്ട് ഡിവൈസ് ചെയ്യുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. എസ്തേറിനെയും മൊർദെഖായിയെയും യഹൂദജനത്തെയും അന്ന് വിടുവിക്കുവാനായിട്ട് ഒരു രാജാവിന് ഉറക്കം കൊടുക്കാതെ ഒറ്റ രാത്രി കൊണ്ട് സകലത്തിന് മേലും വ്യത്യാസമുള്ള സകലതും മറിച്ച് ശത്രുവിൻ്റെ സകലവിധമായ എക്സ്പെക്റ്റേഷനും പ്രതീക്ഷയ്ക്കും എതിരായിട്ട് സകലതും മറിക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്നും അത് നടക്കും, യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ഈ പ്രശ്നത്തിൽ ഈ ശത്രുവായവന്, ദുഷ്ടന്, ഡെവിള്, അവൻ്റെ ഏജൻസ് ദുഷ്ടത അല്ലെങ്കിൽ മാനവരാശിക്ക് നാശം നിരൂപിക്കുന്നെങ്കിൽ അതെല്ലാം അതിൻ്റെ മേൽ വിജയം തന്ന് ഇതിൻ്റെ മേലെല്ലാം വിജയം തരുവാൻ കർത്താവിന് കഴിയും, യാതൊരു സംശയമില്ല. എസ്തേറിനെയും മൊർദെഖായിയെയും കർത്താവ് മാനിച്ചുവെങ്കിൽ ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നിനക്കെതിരായിട്ടുണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അത് എന്നും അത് വാസ്തവമാണ്. ദൈവജനത്തെ, ദൈവമക്കളെ തുടങ്ങുവാനായിട്ട് കർത്താവ് അനുവദിക്കുക. Let's read Isaiah chapter 54 verse 17.
No weapon formed against you shall prosper, and every tongue which rises against you in judgment you shall condemn. This is the heritage of the servants of the Lord, and their righteousness is from me, says the Lord. Here we read, when we look at this particular verse, even though this is a very, very familiar verse, when we look at this in the context of this book of Esther, we see how accurate that verse is. God, here we see a wicked man, a man anointed by devil himself, trying to destroy a man of God, a child of God, and the children of God. But here God says, no weapon formed against you shall prosper. How accurate that is. God took care of everything. God was supreme. God was in control. One night, the Lord did not allow the king to sleep. Things changed. The man who was sitting at the gate of the king's palace was honored. The man who went to ask permission to hang Mordecai on the gallows, that man was asked to take Mordecai and honor him, and he was actually bowing down in front of Mordecai. What a contrast. When God decides to honor somebody, that's what the king asked Haman, what will you do? What can I do for a man who wants to honor? If God wants to honor you and me, no power on heaven, no power on the earth can stop it. There is no limit how much, how high that man will be exalted. That's what we read in Esther chapter 10, verse 3. He was exalted. No weapon formed against shall prosper. If you look at, go back to our text, Psalms 97, verse 1, the Lord reigns. Ultimately, the Lord is in control. He is in charge. He is involved in every detail of our life, especially every detail of a child of God. We do have problems. We do face problems. God allows that thing. God allowed Mordecai to go through this thing, but to build their trust in God, so that we know what happened. We know how awesome our God is. We know how He takes care of the people. We know that He will never abandon His children. If God was gracious and compassionate, and he took care, He provided, He took care of Esther and Mordecai and Jewish at that time, He will do so even today, even in the midst of this crisis. And if He said, I will heal them, I send my word and heal their diseases, He will do so. If He said, I am the Lord that healeth thee, He will do so. If He said, the plague will be gone, it will happen. And God is in control. The Lord reigns. Psalms 97 verse 1. The Lord reigns. യഹോവ വാഴുന്നു, ഭൂമി ആനന്ദിക്കട്ടെ. കർത്താവ് മോർദെഖായിക്ക് വേണ്ടി, യഹൂദജനത്തിന് വേണ്ടി, എസ്തറിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ, അവർ പ്രയാസത്തിൽ കടന്നു പോയെന്നാൽ അവർ പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം ഇന്നും പ്രവർത്തിക്കും, യാതൊരു സംശയം. കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ മക്കളെ കർത്താവ് സൂക്ഷിക്കും. ഈ ക്രൈസിന് സമയത്ത്, ഈ കോവിഡ് ക്രൈസിന് സമയത്ത് ഇവിടെയും കർത്താവ് പ്രവർത്തിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അതുപോലെ തന്നെ രോഗശാന്തി ആരോഗ്യവും എൻ്റെ പക്കലുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് അതുപോലെ നടക്കും. അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് അതുപോലെ നടക്കും. അവൻ തൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് അതുപോലെ ചെയ്യും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം. വലിയടനായ കർത്താവ് ഒരു കാലത്തും നമ്മളെ കൈവിടുകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. കൂരിരുൾ താഴ്വര ഉണ്ടാകും. എൻ്റെ മാമാവന് 17 വയസ്സ് പറ്റ പ്രായമുള്ളപ്പോഴാണ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ്. 17 വയസ്സുള്ളായിരുന്നു. കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ അപ്പനും അമ്മയും പിടിച്ച് അടിച്ചിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. രാത്രിയിൽ ഞാൻ കേട്ടത് ഞാനാണ്, രാത്രിയിൽ 17 വയസ്സുള്ള ഒരു കൊച്ച്
വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുമ്പനാട്ടാണെന്ന അറിവ് ഇറങ്ങിപ്പോയിട്ട് വഴി കൂടെ കടന്നു പോയപ്പോൾ കണ്ണുനീരോടെ ഹൃദയഭാരത്തോടെ എൻ്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടല്ലോ, എന്നെ അടിച്ചു വിട്ടല്ലോ എന്നുള്ളതായ ദുഃഖത്തോടെ പോയെങ്കിലും ഹൃദയത്തിനകത്ത് വലിയൊരു സന്തോഷവും, ഹൃദയത്തിനകത്ത് ഒരു ധൈര്യവും, ഹൃദയത്തിനകത്ത് എന്നെ കൈവിടാത്ത ഒരു കർത്താവുണ്ടെന്ന് ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. അവന് പാടിയ പാട്ടാണ് ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി ദുഃഖം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എൻ്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാം നിന്നാത്മാവിനാൽ മഹത്വ നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാം നിന്നാത്മാവിനാൽ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എൻ്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരമേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരം എണ്ണി ലോകമാതിൽ ആകയാൽ ഛേദമെന്നെണ്ണി അന്യരം എണ്ണി ലോകമാതിൽ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ ശുദ്ധ പാടുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എൻ്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവെ കുമ്പിടും ഞാൻ കഷ്ട
കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും. സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും. സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ എന്റെ ജീവൻ വച്ചിടും. രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകമംഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടാവിടെത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ നിത്യ വീടുന്നുണ്ടാവിടെത്തി. കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചിടും. രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഒരു 17 വയസ്സുള്ളതായ ബാലിക തൻ്റെ അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ ഈ പാട്ട് പാടുവാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തുവെങ്കിൽ, ദൈവമക്കളെ, നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. ഈ ലോകത്തിൽ കാണുന്നതൊക്കെയും നശ്വരമാണ്. നിത്യവീട് ഉണ്ടവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും. നമ്മുടെ മഹത്വ പ്രത്യാശതാണ് ഈ ധൈര്യം. ഈ കർത്താവിന് മകൾക്ക് അന്ന് കൊടുത്തുവെങ്കിൽ, ഒരു പിഞ്ചു പൈതലായിരിക്കുന്ന സമയത്ത് കൊടുത്തുവെങ്കിൽ, ദൈവം നമ്മളെയും നടത്തും. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ മതി. എസ്തേറിനെയും മൊർദെഖായിയും ജനത്തെ കർത്താവ് ഇന്നും തൻ്റെ ആ ഇരുട്ടത്ത് ആ രാത്രിയിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പാടിയ പാട്ടാണ്. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. അതൊരു ഭംഗിവാക്കല്ലായിരുന്നു. തൻ്റെ ജീവന് ഒരു പക്ഷെങ്കിൽ നഷ്ടപ്പെടാമായിരുന്നു. എങ്കിലും ഞാനെടുത്ത ദൈവസന്നിധിയെടുത്ത തീരുമാനം, എൻ്റെ കർത്താവ് തൻ്റെ രക്തം കൊടുത്തു, ആ കർത്താവിൽ ഞാൻ വിശ്വസിച്ചു, ആ കർത്താവിനെ ഒരു നാളും ഞാൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞ് ജീവൻ വെൽക്കുവാൻ പോലും തയ്യാറായി ആ രാത്രിയിൽ യാത്ര ചെയ്ത ആ പൈതലിനെ കർത്താവ് സൂക്ഷിച്ചുവെങ്കിൽ, കർത്താവ് അനുഗ്രഹിച്ചു, കർത്താവ് ധൈര്യം കൊടുത്തുകൊണ്ടെങ്കിൽ, കർത്താവ് ഈ പാട്ട് പാടുവാനായിട്ട് ദൈവം കൊടുത്തുവെങ്കിൽ, ദൈവ പൈതലേ, നമ്മളെ കർത്താവ് നടത്തും. ആളുകൾ നമ്മളെ പരിഹസിച്ചാൽ ഭാരപ്പെടണ്ട. നിന്റെ ദൈവം എവിടെയെന്ന് ആരും ചോദിക്കുമെങ്കിൽ, ഇന്ന് തത്തുല്യമായ പ്രയാസങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ, പ്രിയമകനെ മകളെ, ദൈവം ഒരു കാലത്തും കൈവിടുകയില്ല. അവൻ നമ്മളോട് കൂടെയുണ്ട്. ഞാൻ ലോകാസ്ഥാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത് കർത്താവ് നമ്മളെ നടത്തും. This song was written by a young girl, teenager, when she accepted the Lord as her personal Savior. And her parents and siblings kicked her out of the home in the night. And while she was walking away from home, God gave her
strength to sing this song. I will travel looking at the cross. No matter, even if I have to lay my life, even if I have to die, I will yet follow him. What a determination. What a testimony. If anybody is going through any problem, any trouble, God will never leave us nor forsake us. He will always give us strength to overcome. Lord, we thank you for this beautiful Sunday morning. Thank you for watching over us, oh Lord, as we have meditated from your scripture, from your word. Lord, you reign. You are in control of everything. You are in control of every affairs of this universe. From the greatest to the smallest thing, you are in control, and we trust in you. Once again, we commit our life in your hand, because you hold the future. You hold this world, this universe, and we completely surrender our life in your hand this morning. Lord, as we seen how you took care of Mordecai, Esther, and the Jewish people, and how your word says, no weapon formed against you it shall prosper. And we believe and we trust that your word is true even today. No matter what the evil one devises, none of those weapons will prosper against a child of God. And devil will be defeated. He will be destroyed. And we know the victory is ours. So, Master, I pray that you take care of your children. If anybody is going through any problem, anything, God, give them wisdom, give them grace, give them the strength to come to you, meditate on your word, and trust in you, just as Esther and Mordecai trusted in you, Lord. Just as this girl, Anna Maman, trusted in you. Even though she was kicked out of her home, she totally trusted and followed you, Lord. So, Master, we bless you. We pray that you watch over every one of us. If you're coming tarries next week, help us to have a victorious Christian life, Lord. Take care of everyone, Lord, young and old. And we bless your holy name. കർത്താവേ, അങ്ങയുടെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദത്ത വചനത്തിലൂടെ ഞങ്ങൾക്ക് പഠിക്കുവാൻ തൻ്റെ മക്കളെ മൊർദെഖായി, എസ്തേറിനെയും യഹൂദജനത്തെയും സൂക്ഷിച്ച കർത്താവ് ഇന്നും തൻ്റെ ജനത്തെ സൂക്ഷിക്കും. യഹോവ വാഴുന്നു. അവിടുന്ന് സകലത്തിനു മേലും കർത്തൃത്വം നടത്തുന്നു. അവിടെ സകലതും അങ്ങയുടെ തിരുഹിത പ്രകാരം നടക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിച്ച് വീണ്ടും ഞങ്ങളെ തന്നെ അങ്ങയുടെ തൃക്കരങ്ങൾ ഇത് ഏതെങ്കിലും പ്രയാസം കടന്നു പോകുന്നെങ്കിൽ കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ കർത്താവേ അവർക്ക് ധൈര്യം കൊടുക്കണമേ. കർത്താവ് സകലവും ഭരമേൽപ്പിക്കുന്ന നല്ല ഉറപ്പ് കൊടുക്കണമേ. കർത്താവേ, മൊർദെഖായിയെ മാനിച്ച കർത്താവ്, മൊർദെഖായിയോട് കൂടെ ഇരുന്ന കർത്താവ്, സകലത്തെയും മാറി മറിച്ച് ഒരു നല്ല അന്തം കൊടുത്ത കർത്താവ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ആയുധവും ഞങ്ങൾക്കെതിരായി ഡിവൈസ് ഒരു ആയുധവും ഫലിക്കുകയില്ല എന്ന വാഗ്ദത്ത പ്രകാരം ഞങ്ങളത് സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തൻ്റെ മക്കൾക്കെതിരായി, തൻ്റെ ഭക്തന്മാർക്കെതിരായിട്ട്, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ തൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. തൻ്റെ മക്കളെ കർത്താവ് സൂക്ഷിക്കും. രോഗശാന്തി ആരോഗ്യം തരും, വിടുതൽ തരും. ഈ ബാധയിൽ നിന്ന് ഒഴിവ് തന്ന് ഞങ്ങളെ സൂക്ഷിക്കും. ഞങ്ങൾ അങ്ങയുടെ പൊന്നുനാമത്തിന് സ്തോത്രം ചെയ്ത് അങ്ങയുടെ പൊന്നുനാമത്തിന് മഹത്വം കരയിട്ട് കർത്താവെ, ഞങ്ങളെ സമാധാനത്തോടെ ഈ അടുത്തൊരാഴ്ച കർത്താരമായിട്ട് നിന്നാൽ ഒരു വിജയ ജീവിതം നിന്ന് സഹായിക്കണേ. പൊത്തുവരുത്തല്ല, വിജയ ജീവിതം സഹായിക്കണമേ. പ്രിയപ്പെട്ട എല്ലാം സൂക്ഷിച്ചു കൊള്ളണമേ. ആരെങ്കിലും ശാരീരികമായ പ്രയാസത്തിൽ പരിമിതിയിരിക്കുന്ന പലരും ഉണ്ട്. അവരെല്ലാം കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. അങ്ങയുടെ വചനം വായിച്ച് സൗഖ്യമായി. എത്ര ഭയങ്കരമായ പ്രയാസമായിരുന്നാലും അതിനുവേണ്ടി വിടുതൽ തന്ന് സഹായിക്കണമേ, സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എൻ്റെ മോഹമ്മനെ മാനിച്ച കർത്താവ് ആ പൈതലിന് തൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രയാസത്തിൻ്റെ മനസ്സിൽ കർത്താവിനെ പാടുവാൻ ആ ധൈര്യവും ആ പ്രത്യാശയും ആ ബലവും കൊടുത്ത കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാകയാൽ സ്തോത്രം. അടിയങ്ങൾ കർത്താവെ, പ്രിയപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥന
ശത്രു ചിന്തിക്കുമ്പോൾ ശത്രുവിനെതിരായിട്ട് യാത്ര ചെയ്യും. ഞാൻ ക്രൂശെ നോക്കി ആ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ എന്നെ വിളിച്ചതായ ദൈവം വിശ്വസ്തനാണ്, ഒരിക്കലും കൈവിടുകയില്ല. ആ ഉറപ്പോടെ പോകുവാൻ ഞാൻ കൃപ തന്നാട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്നുള്ള പ്രകാശം നിന്നോട് കരുണയുള്ളവനാകട്ടെ, കരുണ ചെയ്യുമാറാകട്ടെ. യഹോവ തിരുമുഖം ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ, അനുഗ്രഹത്തിൽ, ആശീർവാദത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ആഴ്ചയിലേക്ക് കടക്കുന്നു. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണല്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ നൂലിനേക്ക് പരിപാലിക്കും. വാഗ്ദത്ത വചനപ്രകാരം ഇതുവരെയും ഒരു ദോഷം തട്ടാതെ സൂക്ഷിച്ച കർത്താവ് ഇനിയും സൂക്ഷിക്കും. ഞങ്ങൾ ഉറച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ ഉറച്ചുകൊണ്ട് അടിയങ്ങൾ കടന്നു പോകുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു മിശിഹായുടെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയടുത്ത പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് കർത്താവ് സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വാത്സല്യ സഭയോടും കർത്താവ് അങ്ങോട്ട് വീണ്ടും വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വരണമേ. പ്രൈസ് ഗോഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.